പ്രശസ്ത ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഭോപ്പാൽ സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് 10 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. ബിഗ് ബോസിന്റെ ഹിന്ദി പതിപ്പിൽ അവസരം വാഗ്ദാനം ചെയ്ത് ത്വക്ക് രോഗ വിദഗ്ധനായ അഭിനീത് ഗുപ്തയെയാണ് തട്ടിപ്പിനിരയാക്കിയത്. 2022-ൽ കരൺ സിംഗ് എന്നയാളാണ് ഡോക്ടറെ കബളിപ്പിച്ച് പണം തട്ടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അഭിനീതിന്റെ പരാതിയിൽ ഓഷിവാര പോലീസ് FIR ഫയൽ ചെയ്തു. നേരത്തെ ഭോപ്പാൽ പോലീസിലും അഭിനീത് പരാതി നൽകിയിരുന്നു. ബിഗ് ബോസ് ഷോയുടെ നിർമ്മാതാക്കളുമായി നല്ല അടുപ്പമുണ്ടെന്ന് പറഞ്ഞ് സൗഹൃദം സ്ഥാപിച്ചെത്തിയ കരൺ എന്നയാളാണ് ഡോക്ടറിൽ നിന്നും പണം തട്ടിയത്. ഷോയിൽ അവസരം ലഭിക്കാതെ വന്നതോടെ പണം തിരികെ ചോദിച്ചെങ്കിലും കിട്ടിയില്ല. ഇതോടെയാണ് ഡോക്ടർ തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. മുംബൈയിൽ അടുത്തിടെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് അഭിനീത് തനിക്ക് സംഭവിച്ച അമളിയെക്കുറിച്ച് വ്യക്തമാക്കിയത്. വഞ്ചനാക്കുറ്റത്തിന് IPC സെക്ഷൻ 420 പ്രകാരമാണ് പോലീസ് ഇപ്പോൾ കരണിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനി ആരും തന്നെപ്പോലെ വഞ്ചിക്കപ്പെടരുതെന്നും കരണിനെ പോലെ ഉള്ളവരെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകണമെന്നും അഭിനീത് പറഞ്ഞു. ഈ ഉദ്ദേശത്തിലാണ് താനൊരു പത്രസമ്മേളനം വിളിച്ചതെന്നും അഭിനീത് വ്യക്തമാക്കി. ഷോയിൽ പങ്കെടുക്കാനുള്ള അവസരത്തിന് 1 കോടി രൂപ നൽകണം എന്നാണ് കരൺ ആദ്യം എന്നോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അത്രയും പണം എൻ്റെ കൈവശമില്ലെന്ന് പറഞ്ഞതോടെ അയാൾ മുംബൈയിലേക്ക് തിരികെ പോയി. പിന്നാലെ അവിടെ നിന്ന് അയാളുടെ സഹപ്രവർത്തകരോട് എന്നെക്കൊണ്ട് സംസാരിപ്പിച്ചു. തുക അവർ 60 ലക്ഷമാക്കി കുറച്ചതായും അഭിനീത് പറയുന്നു. ഇതോടെയാണ് താൻ ഷോയിൽ പങ്കെടുക്കാൻ പണം നൽകാൻ തീരുമാനിച്ചത്. ഇതോടെ പണം നേരിട്ട് നൽകണം എന്നാവശ്യപ്പെട്ട് കരൺ അഭിനീതിനെ മുംബൈയിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് എൻഡമോൾ കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റായ ഹാരിഷ് ഷായുമായി ഒരു കൂടിക്കാഴ്ച ഏർപ്പാടാക്കി നൽകിയതായും അതിനുശേഷമാണ് താൻ കരണിന് 10 ലക്ഷം രൂപ കൈമാറിയതെന്നും അഭിനീത് പറഞ്ഞു. എന്നാൽ ബിഗ് ബോസ് സീസൺ 6-ലെ മത്സരാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ തന്റെ പേര് ഉണ്ടായിരുന്നില്ല. ഇതേക്കുറിച്ച് കരണിനോട് ചോദിച്ചപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയായി ഷോയുടെ മധ്യത്തിൽ പ്രവേശിക്കാമെന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ അതുമുണ്ടായില്ല. സീസൺ അവസാനിച്ചതിനു ശേഷം കരണിനോട് ചോദിച്ചപ്പോൾ അടുത്ത സീസണിൽ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞ് കരൺ കൈയൊഴിഞ്ഞു. എന്നാൽ അടുത്ത സീസണിലും തനിക്ക് അവസരം കിട്ടിയില്ല. ആ സീസണും അവസാനിച്ചതോടെ കരണിനോട് പണം തിരികെ ചോദിച്ചെങ്കിലും തിരികെ നൽകാനും തയ്യാറായില്ല. ഇതോടെയാണ് ഡോക്ടർ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. എന്നാൽ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്ന് അഭിനീത് പറയുന്നു. ഏകദേശം 2 വർഷത്തിന് ശേഷം വളരെ പ്രയാസപ്പെട്ടാണ് ഒരു FIR രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ പോലും കഴിഞ്ഞതെന്നും ഡോക്ടർ പറയുന്നു. തനിക്ക് പറ്റിയത് വലിയൊരു അമളിയാണ്. മറ്റുള്ളവർക്ക് ഇത് സംഭവിക്കാതിരിക്കാനാണ് ഇത്തരത്തിലൊരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു.